ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായ മനോഭാവമുണ്ട്. ഇപ്പോൾ ഏത് കാര്യത്തിനകത്താണെങ്കിലും ഒരു വ്യക്തി അവരുടെ സാഹചര്യത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു അതനുസരിച്ചിരിക്കും അവരുടെ സന്തോഷവും സംതൃപ്തിയും എല്ലാം തന്നെ. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ പല കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അതുപോലെ പങ്കാളികളെ സംബന്ധിച്ച് സംതൃപ്തമായ ദാമ്പത്യ ജീവിതത്തിന് ഒരു പ്രത്യേക എനർജി ലെവലും അതുപോലെ തന്നെ ചില പ്രത്യേക രീതികളും കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ പരസ്പരമുള്ള ആകർഷണം അതിൻ്റേതായ രീതിയിൽ നിലനിൽക്കത്തുള്ളൂ. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് പങ്കാളികൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ വ്യത്യസ്തമായ രീതി എങ്ങനെ അഡോപ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. രണ്ട് വ്യക്തികൾ തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിനകത്തെ പെർഫോമൻസിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഏത് കാര്യമാണെങ്കിലും അത് ആസ്വദിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എനർജി ലെവൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഡാൻസ് ആസ്വദിച്ച് കളിക്കണം എന്നുണ്ടെങ്കിൽ ആക്റ്റീവായിട്ടുള്ള എനർജി ലെവൽ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യത്തിനും ആ ഒരു മൂഡ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാൻറ്റസിയും ചിന്തയൊക്കെ അതിന് അനുകൂലമായിരിക്കണം. ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് കാമപരമായിട്ടുള്ള വികാരങ്ങളും സങ്കല്പങ്ങളുമൊക്കെ അതിൻ്റേതായ തലത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട പല കാര്യത്തിനും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിലർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആത്മവിശ്വാസം തീരെ ഇല്ലാത്തത്. യഥാർത്ഥത്തിൽ ഈ ഫോർപ്ലേയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഊർജ്ജ ലെവൽ കൂട്ടുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ്. ചിലർക്കാണെങ്കിൽ നല്ല പ്രൈവസി ഉണ്ട്, സമയമുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്യാവുന്ന വ്യത്യസ്ത രീതികൾ പരീക്ഷിച്ച് നോക്കണം. പങ്കാളികളെ സംബന്ധിച്ച് ചില സാഹചര്യത്തിൽ സ്വാഭാവികമായ രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഓരോരുത്തരെയും പെട്ടെന്ന് മൂടാക്കുന്ന ചില രീതികളുണ്ട്, ചില മെത്തേഡുകളുണ്ട്. അതേതാണെന്ന് റെസ്പോൺസിൽ കൂടിയേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യം മാത്രമല്ല, മനസ്സും അതനുസരിച്ച് പ്രവർത്തിക്കണം. എന്നുവെച്ചാൽ ഏതൊക്കെ രീതിയിൽ കൂടിയാണ് ആ പൂർണ്ണമായ സംതൃപ്തിയിലേക്ക് എത്തുന്നത്, അതാണ് ഏറ്റവും പ്രധാനം. ചിലരെ സംബന്ധിച്ച് പല സങ്കല്പങ്ങളും അവരിവിടെ ആക്ട് ചെയ്യാറുണ്ട്. ഇവിടെ ആരെങ്കിലും ഒരാൾ മസാജ് ചെയ്യാൻ പോകുന്നുവെന്ന് സങ്കല്പിക്കുക. എന്നുവെച്ചാൽ പുതിയതായിട്ട് രണ്ടുപേര് പരിചയപ്പെടുന്നു എന്നൊരു ഫീലിങ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പം നിങ്ങളിവിടെ ഏത് റോൾ മോഡൽ ചെയ്താലും അതിനകത്തൊരു ആക്ടിങ് വരുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം മസാജ് ചെയ്യുമ്പോൾ ഒരേപോലെ റിലാക്സേഷൻ കിട്ടും. ഇപ്പം രണ്ടുപേര് തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പം പരസ്പരമുള്ള ഒരു ധാരണ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ ഏത് ഗെയിം ആണെങ്കിലും ഓപ്പോസിറ്റുള്ള ആൾ എങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നു എന്നുള്ളത് നോക്കേണ്ടതാണ്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ഫോർപ്ലേ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് സ്ത്രീയുടെയും പുരുഷൻ്റെയും രീതികൾ രണ്ടാണ്. ചിലർക്കാണെങ്കിൽ സ്വാഭാവികമായ രീതിയിലുള്ള ചുംബനവും സ്പർശനങ്ങളും മാത്രം മതി. എന്നാൽ ചിലർക്ക് അങ്ങനല്ല, ചില പ്രത്യേക രീതിയിൽ ആക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പുരുഷനെ സംബന്ധിച്ച് പെട്ടെന്ന് മൂഡാകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് വളരെ പതുക്കെയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഓരോ സ്റ്റേജിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും എല്ലാ പ്രാവശ്യവും ഒരേപോലെ ആയിരിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്നറിയാമോ? സ്നേഹമുള്ളവരുടെ അല്ലെങ്കിൽ ആകർഷണമുള്ളവരുടെ സാന്നിധ്യത്തിൽ കൂടി, അവരുടെ സ്പർശനത്തിൽ കൂടി, തലോടലിൽ കൂടി അല്ലെങ്കിൽ ചുംബനത്തിൽ കൂടി നമ്മുടെ ശരീരത്തെ ഹാപ്പി ഹോർമോൺസ് ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് പങ്കാളിയുടെ പിറകിലിരുന്നുകൊണ്ട് ഷോൾഡർ ഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് താഴേക്ക് വരുന്ന രീതിയുണ്ട്. എനിക്ക് തോന്നുന്നു ഷോൾഡർ ഭാഗത്തും അതുപോലെ കാലിൻ്റെ കാഫ് മസിൽസിലും നന്നായിട്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ ശരീരം മുഴുവൻ പെട്ടെന്ന് റിലാക്സ് ആവും. അപ്പോൾ ആദ്യത്തെ ഈ ഒരു റിലാക്സേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് നന്നായിട്ട് കുറയും. ഇത് പുരുഷന്മാരെ സംബന്ധിച്ച് അരഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടുന്നുണ്ട്. ഇവിടെ കൈകൊണ്ടുള്ള ക്രിയകൾ മാത്രം പോരാ, ഫേസും നാവും ചുണ്ടും ഒക്കെ ഉപയോഗിച്ച് പല ക്രിയകളും ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ശരീരത്തിൻ്റെ വൃത്തി ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ മാരടങ്ങൾ കൊണ്ട് പല ക്രിയകളും ചെയ്യാൻ പറ്റും. ഇവിടെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ സ്നേഹത്തിൻ്റെ ഹോർമോൺ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ സൗന്ദര്യത്തിനും രോഗപ്രതിരോധ ശക്തിക്കും വളരെ അത്യാവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധപ്പെടലിനകത്ത് രണ്ടു പേർക്കും സംതൃപ്തി കിട്ടാൻ ഒറ്റ കാര്യം ഓർത്താൽ മതി.
രണ്ടുപേരും അവരവരുടെ പാർട്ട് നന്നായിട്ട് ചെയ്യുക. ഇപ്പം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മനസ്സിനകത്ത് കാമവികാരം വരേണ്ട സമയത്ത് അത് വരണം. എന്താണോ നമ്മളിലുള്ളത് അത് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ നമ്മളിൽ ഈ ഊർജ്ജം ഉണ്ടെങ്കിൽ മാത്രമേ മസാജ് പോലുള്ള ഈ രീതികളൊക്കെ ആസ്വദിക്കാനൊക്കത്തുള്ളൂ. അതുപോലെ ഈ പങ്കാളിയെ സംബന്ധിച്ച് കാലിൻ്റെ ഭാഗത്തെ തുടകളുടെ ഭാഗത്തെയൊക്കെ മസിൽസ് റിലാക്സ് ആവുകയാണെങ്കിൽ പെട്ടെന്ന് ഈ മൂഡിലേക്ക് വരാൻ പറ്റും. പുറമേ ഉള്ള ഭാഗത്തെല്ലാം നല്ല റിലാക്സേഷൻ കൊടുത്തിട്ട് മതി അകത്തേക്ക് വരുന്നത്. അപ്പോൾ ഏത് രീതിയാണെങ്കിലും ഇവിടെ രണ്ട് കാര്യം ഒരേ സമയം സംഭവിക്കുന്നുണ്ട്. ഒന്ന് ചെയ്യുന്ന ആളും മറ്റൊന്ന് ആസ്വദിക്കുന്ന ആളും. ഇത് മാറി മാറി വരും. ചിലരെ സംബന്ധിച്ച് ആകർഷണം കൂടുതലുള്ള ഭാഗത്ത് ചെറുതായിട്ടിങ്ങനെ അടിക്കുന്നത്, താളം പിടിക്കുന്നത് അവരെ ഒരു പ്രത്യേക ലെവലിലേക്ക് എത്തിക്കും. ഈ സമയത്ത് അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുക മാത്രമല്ല വികസിക്കുന്നുമുണ്ട്. അതുപോലെ പിൻഭാഗത്തൊക്കെ ആണെങ്കിലും ധാരാളം പ്രഷർ പോയിൻറ്റ്സുകളുണ്ട്. ഇവിടെയൊക്കെയുള്ള വൈബ്രേഷൻ ഒരു പ്രത്യേക ഫീൽ തരുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം രണ്ടുപേരും ഒരേപോലെ ആസ്വദിക്കുമ്പോഴാണ് അവിടെ ഒരു സംതൃപ്തി ഉണ്ടാകുന്നത്. അതുപോലെ ഏത് ഭാഗത്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിന് അതുമായിട്ട് റാപ്പോർട്ടാകാനും ഏകാഗ്രപ്പെടാനും ഉള്ള ഒരു സമയം കൊടുക്കണം, പ്രത്യേകിച്ചും സ്ത്രീ പങ്കാളികൾക്ക്. പലരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് പങ്കാളിയുടെ ആ ഒരു റെസ്പോൺസ് ഉണ്ട്, അത് മനസ്സിലാക്കാതെ കണ്ടിന്യൂവേഷൻ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആകുന്നുണ്ട്. അങ്ങനെ വരുമ്പം അവരിൽ ആ രതിമൂർച്ച സംഭവിക്കത്തില്ല. തന്നെയല്ല ഈ സമയത്ത് സ്പീഡ് കുറച്ച് കൂട്ടേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് അവസാന ഘട്ടത്തിൽ കൺസിസ്റ്റൻസിയും സ്പീഡുമാണ് പ്രധാനം. എനിവേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.